നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കുകയാണ്. ബിരിയാണിക്ക് വേണ്ടിയുള്ള അരി കുതിരാനിട്ടിരിക്കുകയാണ്. ഏതാണ്ട് 15 മിനിറ്റ് നേരം കുതിരണം എന്നാണ്. അരിയുടെ പേര് ജീരക സംബ റൈസ് എന്നോ മറ്റോ ആണ്. 26 കിലോ എന്നാണ് മാസ്റ്റർ പറഞ്ഞത്. 26 എൻ്റെ ഒരു ചാക്കിൻ്റെ ക്വാണ്ടിറ്റി. ഒപ്പം ബിരിയാണിക്ക് വേണ്ടിയുള്ള ചെമ്പ് അടുത്ത് കയറി കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള 3 കിലോ വെളിച്ചെണ്ണ, 1 കിലോ സൺഫ്ലവർ ഓയിൽ, 4 കിലോ നെയ്യ് തുടങ്ങിയവ അടുപ്പിൽ കയറി കഴിഞ്ഞു. തുടർന്നുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുതിന ഇലയാണ് മാസ്റ്റർ ഇപ്പോൾ ബിരിയാണി ചെമ്പിലേക്ക് പകർത്തിയത്. ഒപ്പം തന്നെ വഴറ്റാനുള്ള സവോള 5 കിലോ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, നെയ്യ് 3ലും കൂടി ഈ സവോള ഇട്ട് നന്നായി വഴറ്റുന്നതായിരിക്കും. ഒരു കിലോ ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സലാഡിന് വേണ്ടിയുള്ള സവോള ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ബിരിയാണിക്കും സലാഡിനും ചേർക്കാൻ വേണ്ടിയുള്ള ടൊമാറ്റോ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി അരി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാനുള്ള മട്ടനാണ് റെഡിയായിട്ടിരിക്കുന്നത്. സവോള ഏതാണ്ട് വഴണ്ടി വരുന്ന ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ അടുത്ത് ചേർക്കാൻ പോകുന്ന ടൊമാറ്റോയാണ്. ഉലുവ ഇലയാണ് നിങ്ങൾ ഈ കാണുന്നത്, കസ്തൂരി മേത്തി. ഒപ്പം തന്നെ ടൊമാറ്റോ ഇവിടെ ചേർത്തിട്ടുണ്ട്. കസ്തൂരി മേത്തിയും കൂടെ ആഡ് ചെയ്യുന്നു. തക്കാളിയും ഉണക്ക ഉലുവയിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുകയാണ്. അടുത്തതായി നട്ട്സാണ് ചേർക്കുന്നത്. കാഷ്നട്ട്. തക്കാളി കശുവണ്ടി, തക്കാളി, ഉലുവയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തുടങ്ങിയവയും കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചി 2 കിലോ, വെളുത്തുള്ളി പേസ്റ്റ് 2 കിലോ, അങ്ങനെ രണ്ടിലും ഈ 2 കിലോ വീതമാണ് ചേർത്തിരിക്കുന്നത്. അരി 20 കിലോയാണ്. അടുത്തതായി ചില്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, ലേശം മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ബിരിയാണിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി കൊണ്ടുവന്ന ഗരം മസാലയാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളെല്ലാം കൂടി പ്രത്യേകമായി വറുത്തെടുത്ത് പൊടിച്ച ബിരിയാണി മസാലയാണ് ഏറ്റവും ഒടുവിൽ ആഡ് ചെയ്തത്. ഈ ലേശം ഉപ്പും അതിൻ്റെ പാകത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. കല്ലുപ്പാണ് ചേർത്തത്. മട്ടൻ മസാല, ഗരം മസാല തുടങ്ങിയവ റെഡിമെയ്ഡ് മസാലകളും കൂടി ചേർക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ. കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഈ ചേർക്കുന്നത്. പാകത്തിനുള്ള മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഗ്രാം കായപ്പൊടിയും കൂടി ഏറ്റവും അവസാനമായി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്.
മുമ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഈ മസാലകൾക്കൊപ്പം ചേർക്കാൻ ഒരുങ്ങുകയാണ്. ബിരിയാണിക്ക് വേണ്ടിയുള്ള വെള്ളം അളന്നൊഴിക്കുകയാണ്. ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ തൊട്ടുപുറകെ തന്നെ അരി വാർത്ത് കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിൻ്റെ കൂടെ ചേർക്കുന്നതായിരിക്കും. ഇതിനോടനുബന്ധിച്ച് ബിരിയാണിയുടെ മറ്റൊരു വീഡിയോ കൂടി നമുക്ക് തുടരുന്നതായിരിക്കും. ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.